ഞാൻ പറഞ്ഞു വന്നത് യാസീനോത് സഹോദര, യാസീനോത്, അള്ളാഹുവിന്റെ ഖുർആനോത്. മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നിനക്ക് ലഭിക്കും. ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ യാസീൻ ഓതുന്നവൻ എന്താണോ മനസ്സിൽ കരുതിയത് അള്ളാഹു അത് അവന് കൊടുക്കും. യാസീൻ ഓതിയിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാസീൻ ഓതുന്നത്? ഇനിയെങ്കിലും പഠിക്കടാ ചെറുപ്പക്കാരാ. തിരക്കാണല്ലോ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഓടുന്ന മക്കളുണ്ട്. സ്നേഹം കൊണ്ട് പറയുകയാ, നിങ്ങൾ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീൻ ഓതണേ. എന്തിനാ ഓതാൻ പറഞ്ഞത്? ആ യാസീൻ ഓതുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പാ 40 ദിവസം രക്ഷപ്പെടുമടാ പൊന്നുമോനെ.